ഇവിടെ ഇട്ട് ലോക്ക് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അവർ ഈ ഒരു ആംഗിളിൽ അവർ അങ്ങ് ലോക്ക് ചെയ്ത് നിർത്തിയേക്കാ. ഇതെന്താ സംഭവം? ഓ, ആ ഒരു പ്ലെയറിനെ ലോങ്ങിൽ നിന്ന് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലോക്ക് ആക്കി കൊടുത്തേക്കുന്നത്. ഓക്കെ, നല്ലൊരു മൂവായി KVA ലോങ്ങിൽ നിന്ന് ടാഗ് കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ല ഡാമേജ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സംസാരമാണ് നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ചരൺ ദിവസം വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിവർ KVയുടെ വണ്ടിയുടെ മുകളിലാണ്. ഓക്കെ, അവിടെ വണ്ടി ഓക്കെ അവരവിടെ പിറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. പറ്റേണ്ടതാണ്, ബട്ട് അവരാരും ഇവിടെ ഈ ഒരു ഏരിയയിൽ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചരൺ ഡിവോസിന്റെ ആ വണ്ടി ഇവർക്ക് നഷ്ടപ്പെടുമ്പോ MRCക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ MRCയുടെ ബാക്കിയുള്ള 3 വണ്ടികൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഉത്സവത്തിന് ഉപയോഗിക്കുന്ന കോളാമ്പി എന്താണ് ഉപയോഗിക്കണേ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഞാൻ ക്യാം ഓഫ് ആക്കി തരാം. ഇനി ക്യാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ചാറ്റിലെ MRC ഓണർ വന്നതാന്ന് കേട്ടാ. എനിക്കിന്ന് കിട്ടി, നല്ലോണം കിട്ടിന്ന്. ആണല്ലേ? കിട്ടുവാ, നീ അതില് പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. അത് കൊക്ക് ഷിബു അല്ല, KNK ഷിബു. കൊക്ക് ഷിബു കറന്റ്ലി MRCയുടെ ഒരു പ്ലെയർ സോണിനും ബാക്കിയുള്ളവരെല്ലാം സോൺ ഔട്ട്. ഗോകുവിന്റെ കമന്ററിക്ക് ഇവിടെ ടർഫൊക്കെ കാണാൻ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ആളിയാ എന്റെ സെർവറാ, ഞാൻ അഡ്മിൻ ആക്കട്ടെ. അപ്പോയിട്ടെ വിളിച്ചു ഒരു കോൾ വിളിച്ചാ മതി. ജീവിച്ചു പോട്ടത്. പിന്നെ കൊറേ അഡ്മിൻസിന്റെ വിളിയായിരിക്കും ബാക്കിയൊക്കെ വിളിക്കും. എന്തിനടേ ഇവനൊക്കെ കേറിയിട്ടുണ്ട്. നീ എന്താ വിചാരിച്ചത്? പട്ടി ചന്തയ്ക്ക് പോലെ നീ കിക്കില് സ്ട്രീം ചെയ്തിരുന്നല്ലേ വന്ന്? ഞാൻ അറിഞ്ഞില്ല. ഇതിനകത്ത് നേരെ വന്ന് ഒരു ജിമെയിൽ ലോഗിൻ ചെയ്തിട്ട് ലൈവ് ഇട്ട് കഴിയുമ്പോ പൈസ ഇങ്ങനെ പടേന്ന് വരുമെന്ന് വിചാരിച്ചല്ലോ നീ? അല്ല, ഞാൻ നോക്കിയപ്പം മറ്റേ അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ, 25 സബ് അടിക്കണം അങ്ങനെ. അളിയാ, അതിന്റെ അല്ലേ ഇവിടെ പാർട്ട്ണർ പ്രോഗ്രാം ഇൻട്രൊഡക്ഷൻ ആയിട്ട് നീ അത് പോയി അവരോട് സംസാരിച്ച് വെരിഫൈ ചെയ്യണം ആദ്യം അക്കൗണ്ട്. എടാ അത് ഞാൻ പറഞ്ഞേ, എടാ അവര് ഞാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞ് അവര് 10 ദിവസം യൂട്യൂബിൽ സ്ട്രീം ഇടാൻ പറഞ്ഞ്. അത് എന്ന് പറയുന്ന സമയത്ത് കേക്കണ്ടേ? 10 ദിവസം ഇടാൻ പറഞ്ഞല്ലേ യൂട്യൂബില്? ഈ മാസം ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇവനില്ല, ഇവര് കോൺട്രാക്ട് ഇല്ല, ഇവരില്ല പാർട്ട്ണർ പ്രോഗ്രാം ഇവരില്ല. അത് കിട്ടുമെന്ന് പ്രതീക്ഷയെ വേണ്ട. അത് ഇവന് 10 ദിവസം പോയിട്ട് 2 ദിവസം ഇട്ടാലായി. ഞാൻ പിന്നെ ഇറങ്ങി ജോലിയിൽ തിരിച്ചു കയറണോ? അല്ലല്ലേ, അത് ഞാൻ ഇനി 2 സ്ട്രീം ഇടാം. എന്നിട്ട് ഞാൻ ഓണറിനെ തെറിയും വിളിച്ച് ഇറങ്ങിയത് ആണല്ലേ? അതെ, നീ അവിടെ KFC-യിൽ എനിക്ക് പൈസ ഒരു ദിവസമായി വിളിച്ചിട്ട് സായിപ്പിന്റെ സ്നഗ്ഗി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പി പറ്റിയെന്ന് കൈ. ചന്തിയാഴി ഞാൻ വരുള്ള പട്ടിത്താഴ് അങ്ങനെ ഇറങ്ങിയത് അവിടുന്ന്. സ്നഗ്ഗി മാറ്റി കൊടുക്കലായിരുന്നു പയ്യന്റെ പരിപാടി. അപ്പൊ ആ ജോലിയും പോയി. അയ്യോ എന്താളിയാ. ഇല്ല, അവരുടെ വണ്ടികളെല്ലാം എപ്പോഴും റൊട്ടേഷനിലാണ്. കറന്റ്ലി ഈ ഒരു ബാക്കിൽ ഈ ഒരു ആംഗിളിലാണ് മാലിക്കും റാൻ സെബാസ്റ്റും ഹോൾഡ് ചെയ്യുന്നത്. ഇത് ഡേവിസ് അല്ലേ? റാൻജോ അല്ല, ഡേവിസ് അല്ലേ? ഇത് ഡേവിസ്. എല്ലാരും സോൺ ഔട്ടിലാണ്. കാണിച്ചു ആ ഒരു വണ്ടിയെ പിറ്റ് ചെയ്ത് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വണ്ടിയുടെ ഒരു പറയാനോ അല്ലെങ്കിൽ MRCയുടെ വണ്ടി കത്തി. എന്റെ അമ്മ കാണിച്ചു വണ്ടി കത്തിച്ചു കളഞ്ഞു കേട്ടാ. MRCക്ക് ഒരു വണ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അവര് ഓൾറെഡി ടർഫിൽ 4 വണ്ടിയായിട്ട് മാത്രമാണ് അവർ ഇറങ്ങിയിരുന്നത്. അവരുടെ ഒരു മെയിൻ ഒരു വണ്ടി തന്നെ പോയിരിക്കുന്നത്. 4 പ്ലേയേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ആ ഒരു വണ്ടി ഇല്ലാത്തതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ MRCക്ക് ഇത് ഫേസ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. MRC ബ്രാവോയുടെ മൈക്ക് ഏതാണെന്ന് ചോദിക്കണേ. ബ്രാവോയുടെ മൈക്ക് ഞാൻ ഉടനെ മേടിക്കാൻ പോണോ ചോദിക്കി. അതെന്ന് പറഞ്ഞോണ്ടല്ലോ
നമ്മളിപ്പോ അത് ബൈക്കൊന്നും അല്ല, അമ്പലത്തിൽ അനൗൺസ് ചെയ്യുന്ന കോളാമ്പി ഇത് പറഞ്ഞില്ലേ, ഇത് സ്പേസ് സേവ് ചെയ്യാം. കാരണം നമ്മൾ സ്ട്രീം ചെയ്യുന്ന മേളിലാണ്, താഴത്തെ നില വെച്ചാൽ മതി ഇത്. അപ്പൊ ആ ഒരു കോളാമ്പി കുറച്ച് വെച്ചിട്ട് കേൾക്കുക. ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് തന്നെ MRC പോകാനുള്ള ഒരു ചാൻസ് അതെങ്ങനെ അറിയാം നിനക്ക്? വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ? ഡീപ്പ് ഡീപ്പ് വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടല്ലോ. പിന്നെ സാഹിബിന്റെ അടുത്ത് മറ്റേ എന്നെ വലിയ തോന്നുന്നു എനിക്ക് കോള് വരുന്നത്. വീണ്ടും ഈ വണ്ടീനെ പിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർക്ക് ആ വണ്ടിയുടെ ഗോഗോ ഔട്ട് ഓഫ് നോ വെയർ സ്ട്രീം ചെയ്യാൻ വരുന്നു. ആ ശരിയല്ലേ, ഒരു സത്യല്ലേ ലീഡറൊക്കെ. ഞാൻ ആദ്യം ചോദിച്ചതാ. എല്ലാരും അത് തന്നെ പറഞ്ഞത്. പക്ഷെ ഇനിയും കിട്ടില്ലെങ്കിലേ നാട്ടിൽ വരുമ്പോ അവിടെ ഇരിക്കേണ്ടി വരും ചിരിച്ച്. ബ്രോ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. റാംബോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നമ്മുടെ അടുത്ത് വന്ന് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല റാംബോ, അകത്തും പുറത്തും. അതുകൊണ്ട് റാംബോയെ പറ്റി നമുക്ക് വേറെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യം എനിക്കില്ല. എന്തായാലും ഞാൻ അത് ചെയ്യത്തില്ല. റാംബോ ബ്രോ ഇങ്ങോട്ടൂടെ വന്നേ. 13ാമത്തെ മിനിറ്റിൽ ഷിഫ്റ്റ് ആവുമോ? പറഞ്ഞിട്ടുണ്ട് ബ്രോ, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം. അല്ലല്ല, ഞാൻ വേറെ കാര്യം നിങ്ങളടുത്ത് പറയാം ഗൈസ്. ഈ MRC versus TVA സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഈ ഒരു ഫ്രെയിമിലും ഇല്ലാതിരുന്ന ഒരേ ഒരാളായിട്ട് വളരെ ചെറിയ സിറ്റുവേഷനിൽ മാത്രം വന്നിട്ടുള്ള ആളാണ്. പക്ഷെ MRC versus TVA സിറ്റുവേഷൻ OCയിൽ സോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വിളിച്ച് സംസാരിച്ച ഒരേ ഒരാൾ റാംബോ. അവർക്ക് ആ ഒരു വണ്ടി അവരുടെ നേരത്തെ, അതായത് അവിടുന്ന് ലീഡർ പോലും, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ലീഡർ പോലും എന്നെ വിളിച്ചിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. ഒറ്റ ഒരാളെ റാംബോ മാത്രം. റാംബോ വെളിയിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെളിയിൽ നമ്മളെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തൊപ്പിയോട് പറയാനുള്ള കാര്യങ്ങൾ തൊപ്പിയിലോട്ട് എത്തിച്ചത് റാംബോ ആണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് എല്ലാം റാംബോ ആണ്. സോ അതുകൊണ്ട് എനിക്ക് റാംബോ എടുത്ത് വേറെ ഒന്നുമില്ല. അവൻ ഗെയിമിനകത്ത് വന്ന് ഗെയിം കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. എല്ലാരും ഇങ്ങനെ തന്നെ തുടങ്ങിയത്. ഒരു മിസ്റ്റേക്ക് എന്താ പറയട്ടെ ജോക്കി, 4 വണ്ടി 5 വണ്ടി എടുക്കാം. 5 വണ്ടിയല്ല എടുക്കാൻ, 5 വണ്ടിയല്ല ലോഡ്. 5 വണ്ടിയിൽ എനിക്ക് ഓൾറെഡി അവര് 4 വണ്ടി എടുത്തോളൂ. അതിലൊരു വണ്ടി പൊട്ടിത്തെറിച്ച് പോയി. അപ്പം ഇപ്പൊ കറന്റ് 3 വണ്ടി കളിക്കേണ്ട സിറ്റുവേഷൻ വന്നു ഇവർക്ക്. MRCക്ക് അവര് KVയുടെ ടർഫല്ലേ ഇത്. കാരണം ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അൾട്രോൺ. ഓക്കെ KVയുടെ കുറെ പ്ലേയേഴ്സ് ഈ ഒരു ഏരിയ വന്നിട്ടുണ്ട്. KVയുടെ MRCയുടെ 2 വണ്ടി, 3 വണ്ടി ഈ ഒരു ഏരിയയാണ് ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്നത്. ക്ലോസിൽ തന്നെ ഉണ്ട്. മേ ബി അവർ ജമ്പ് ആയി കഴിഞ്ഞാൽ നാളെ തൊട്ട് വരും. അങ്ങനെ അവർ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ തൊട്ട് വരുമെന്നാ പറഞ്ഞു കക്കാശി. ഓക്കെ, എല്ലാ ആംഗിളും KVയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കറന്റ് സർക്കിൾ ചെയ്തിരിക്കുകയാണ്. MRCയുടെ പൊസിഷൻസ് ഒക്കെ KVക്ക് ഓൾറെഡി റിവീൽഡാണെന്ന് തോന്നുന്നു. കറന്റ് KVയുടെ യഹിയ ഈ ഒരു ആംഗിളിൽ നിന്നും കോൾ ഔട്ട് കൊടുക്കുന്നുണ്ടാവാം MRCയുടെ വണ്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. സോ MRC ഈ സോണിൽ കയറിയേ മതിയാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു സോൺ വീണ്ടും സ്ട്രിങ്ക് ആകുമ്പോഴത്തേക്ക് വലിയൊരു ഡിസഡ്വാൻറ്റേജ്. എല്ലാവർക്കും വെൽക്കം. നീ എത്ര 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റ് 27 സെക്കൻഡ്. അതിന് മുമ്പ് ഓൾ ഡൗൺ ആക്കിയാൽ പെട്ടെന്ന് തീരും. ഇനിയിപ്പോ അടുത്ത സോണ് ഇപ്പൊ ഇതാവല്ലോ. പക്ഷെ ഇത് ഒറ്റ ഷിഫ്റ്റിൽ തന്നെ സോൺ ഭയങ്കര ചെറുതായതുപോലെ തോന്നില്ലേ? നല്ല ചെറുതായി സോണ് ഒറ്റ ഷിഫ്റ്റിൽ തന്നെ. MRCയുടെ പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളിൽ എത്തിയിട്ടുണ്ട്. ഒരു ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ബട്ട് എഹിയ കറക്റ്റ് ആയിട്ട് ആ ഒരു ആംഗിളിൽ വന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവരെ, സാൻഡോക്സ് റിവറിനെയും അതേപോലെ തന്നെ മാരിനെയും. സോ ഓക്കെ, കാർലോയും അവരെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇത് ചെറിയ ടർഫാണ് ആണല്ലേ? ഓക്കെ, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. CK മാരിനെ അവര് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ആംഗിളിൽ നിന്ന് CK മാരി ഓടിപ്പോയത്. അതേപോലെ തന്നെ ഇവിടെ ഹോക്കി, അതേപോലെ തന്നെ സ്പൈഡി ജോഡ് ഉണ്ട്. MRCയുടെ ഫുൾ വണ്ടി ഈ ഒരു ആംഗിളോട്ട് എത്തിയിട്ടുണ്ട്. ചിലപ്പോ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ടാഗ് വരുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് നല്ലൊരു കവർ ഫയർ ചെയ്യുന്നത് ലഭ്യോ കക്കാശി ലെഗസിയാണ് കവർ ഫയർ ചെയ്യുന്നത്. MRCയുടെ പ്ലേയേഴ്സ് എല്ലാരും ഈ ഒരു ബിൽഡിംഗിൽ മാത്രം അവർ ചോക്കിനായി എന്ന് തോന്നുന്നു.
മതി 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 വേണ്ട അത് വിഴിക്കേ MRC സോണിലോട്ട് പുഷൻ കയറിയിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ ആ ഒരു ആംഗിളിൽ നിന്നും കെയുടെ സൈഡിൽ നിന്നും MRC കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് അവർക്ക് ഏതൊരു ആംഗിൾ എങ്ങോട്ട് പുഷ് ചെയ്യുന്നതാണ് അവർക്ക് അറിയാത്തതെന്ന് തോന്നുന്നു കറന്റ്. ടർഫൊക്കെ രജിസ്റ്റേർഡ് ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നല്ലേ? ടർഫല്ലേ എത്ര നാളായി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ടർഫൊക്കെ കളിച്ചിട്ട്. ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നത്. ഏത് ടീമിന്റെ ആണെങ്കിലും ടർഫ് കാണാൻ ഒരു പ്രത്യേക രസമാണ്, പറയാതിരിക്കാൻ വയ്യ. കറന്റ് ഒരു ഡൗണും രണ്ട് സൈഡും ഇല്ല. രണ്ട് സൈഡിലും എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. അല്ലടേ ഒരു ടർഫ് കഴിഞ്ഞ് ഇനി അടുത്ത വർഷമാണ് അടുത്ത ടർഫ്. 8 പ്ലേയേഴ്സ് സോണിൽ അല്ല MRC 50 പേര് ഇപ്പൊ സോണിനുണ്ട്. KVയുടെ 11 പേര്. അതേപോലെ അങ്ങനല്ല, KVയെക്കാളും കൂടുതൽ ആൾക്കാർ അകത്ത് കയറിയാലും മാത്രമേ ഇപ്പൊ KV 11 പേര് 12 MRC മെമ്പേഴ്സും അകത്ത് കയറിയാൽ മാത്രമേ KVയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ 100% കുറയുള്ളൂ. മനസ്സിലായോ? ആള് കുറയുന്നതിനനുസരിച്ച് ഇൻഫ്ലുവൻസ് കുറയും. ഇപ്പൊ MRCക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 28 മിനിറ്റ് ഉണ്ട്. MRCക്ക് ഒരു 2 പിക്ക് എടുത്ത് KVയുടെ 2 പിക്ക് എടുത്തിട്ട് അവർ ഇവിടെ ഹോൾഡ് ചെയ്താൽ തന്നെ അവർക്ക് ഇൻഫ്ലുവൻസ് കയറ്റാം. പക്ഷെ സോൺ ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. കുറുപ്പിടിന് മാത്രം ഈ ഒരു ആംഗിൾ ഓഫ് ആംഗിൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. KVA ഹോൾഡിംഗ് ആണ്, MRC ഹോൾഡിംഗ് ആണ്, എല്ലാരും കറന്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ടർഫ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ റെഡ് കളറിൽ കാണുന്നതാണ് സോൺ. ഈ സോൺ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ഓൾറെഡി ചെറുതായ സോണാണ്. ഇപ്പൊ KVയുടെ കയ്യിലാണ് ഈ ടർഫ് ഇരിക്കുന്നത്. KVയെ അടിച്ച് ഒന്നെങ്കിൽ അടിച്ച് വൈപ്പാക്കി ഈ സമയം തീരുന്നതിന് മുമ്പ് KVയെ മൊത്തത്തിൽ ഡൗൺ ആക്കി കഴിഞ്ഞാൽ MRCക്ക് കിട്ടും ഈ ടർഫ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ താഴെ കാണുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടോ നിങ്ങൾ 100 എന്ന് എഴുതിയേക്കുന്നത്. ഈ 100 ഇൻഫ്ലുവൻസ് KVയുടെ അടുത്തുനിന്ന് കുറച്ച് ടൈം തീരുന്നതിന് മുമ്പ് അവിടെ MRC ഇൻഫ്ലുവൻസ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതാ. ഓ അവിടെ അടിയ പൊട്ടി. കാർലോ എവിടെ നിന്ന് വെടിവെക്കുന്നു? ഓ ഈ ഒരു ആംഗിലോട്ട് ഹാർഡ് പുഷ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിലോട്ട് MRC ഹാർഡ് പുഷ് ചെയ്യുകയാണ്. സോണോട്ടിൽ മാത്രം വെടിവെക്കല്ലേ, ബാക്കി എന്തും ചെയ്തോ സോണോട്ടിൽ നിന്ന് മാത്രം വെടിവെക്കാതിരിക്കും. ലോങ്ങിൽ നിന്ന് നല്ലൊരു സ്പ്രേ, ആ ഒരു ബിൽഡിംഗിന്റെ ലോങ്ങിൽ നിന്ന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ബ്രോക്കൺ അതേപോലെ പ്രൊഫസർ എല്ലാവർക്കും നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ ഹീൽ ചെയ്യുന്നുണ്ട്. ഇവർ പല ആംഗിളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. താങ്ക് യു സാർ. മീൻസ് ലോട്ട്. താങ്ക് യു സോ മച്ച്. സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോണിലോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. നല്ലൊരു ടൈറ്റ് ടർഫ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെ ബ്രാവോ, നമുക്കൊരു ടൈറ്റ് ടർഫ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ MRC പ്ലേയേഴ്സ് എല്ലാം വെളിയിൽ തന്നെ ഉണ്ട്. KVയുടെ പ്ലേയേഴ്സ് അകത്ത് ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും ഒരു അറ്റാക്ക് രണ്ട് സൈഡിൽ നടന്നിട്ടില്ല. MRCക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ നിന്ന് പുഷ് ചെയ്ത് കമന്ററി ബോക്സിൽ ബ്രാവോടൊപ്പം ഈഗിൾ ഗെയിമിംഗ് ടർഫ് അവരുടെ കയ്യിൽ നിന്ന് മാറ്റാൻ പോകുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് MRCക്ക് കിട്ടുമോ അല്ലെങ്കിൽ KVക്ക് കിട്ടുമോ? KVയുടെ കയ്യിലാണ് അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. MRCക്ക് സോണിൽ വരാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാ ആംഗിളിലും പ്ലേയേഴ്സ് ഉണ്ട്. സോണിൽ സാധിക്കില്ല. KVക്ക് സോണോട്ടിലോട്ട് സ്ലോട്ടിന്റെ ഡ്രീമറാണ് തീരുമാനിക്കുന്നത്. അളിയാ നീ ഡ്രീമറിനെ സംസാരിച്ചൊന്ന് ഇതാക്കണേ കേട്ടോ. അളിയാ ഈ ടർഫ് അളിയാ ഈകളെ എനിക്ക് ടർഫൊക്കെ ആക്കുമ്പോ എപ്പോഴും ഗോകുൽ ഓർമ്മ വരും. പണ്ട് ഗോകുൽ സർവർ ഉണ്ടാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അച്ഛനില്ലെന്ന് കേൾക്കുമ്പോ ഞാൻ എനിക്ക് നിന്നെ ഓർമ്മ വരുന്നു. മാച്ചിങ്ങില്ല അല്ല ഡ്രീമറെ ഒരു സെർവർ ഉണ്ടാക്കി ടോപ്പിൽ കൊണ്ടുവന്നിട്ട് അത് ദാനം എഴുതി കൊടുത്തിട്ട് ആ വഴിക്ക് പോയി നേരെ പോയി KFCയിൽ ജോലിക്ക് കയറി. എന്തൊരു പയ്യനല്ലേ അത്. എനിക്ക് വന്നിട്ട് പൊക്കൂടായിരുന്നു ആ സെർവർ. എനിക്ക് അങ്ങ് ദാനം മനസ്സിനുടമയാ. അവൻ സെർവർ കൊടുത്ത് MRC കൊടുത്ത് എല്ലാം ചോദിക്കണം. നല്ലൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കളി ഡ്രീമറെ നീ ഒന്ന് പയ്യെ സംസാരിക്കടാ. പുതിയൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഈ ഒരു കളി മാറാൻ ചോദിക്കാനാടാ അവൻ കിണ്ടി വരും. പോകാൻ പോകുന്നത് മെഗാമാളിന്റെ ഏരിയയിലോട്ടാണ്. മെഗാമാൾ
കിട്ടുന്നവരാണ് ഈ മാച്ച് ജയിക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ലോജിക്. പണ്ട് ഇങ്ങനെ നമ്മൾ എന്തോ ഊമ്പിച്ചിട്ടുണ്ട് ഈ കമന്റ് വേണം പയ്യെ. ഇങ്ങനെയാണ് സോൺ വന്നിരിക്കുന്നത് കറന്റ്. MRC കേറുക എന്ന് എളുപ്പമല്ലാത്തൊരു ടാസ്ക് ആണ്. ഇവിടെ ബട്ട് അവരങ്ങനെ കേറി ഈ മാച്ച് എടുക്കാൻ സിനാരിയോ തന്നെ. അണ്ടി വെട്ട് ഞാൻ വരെ മിണ്ടായി. ഞാനൊരു അഴിക്കല്ലേ അല്ലളയാണ് ഡ്രീമറെ സത്യം പറഞ്ഞോണ്ടല്ലോ. നിനക്ക് ഈയിടെയായിട്ട് എന്തോ ഉണ്ട് നിനക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്റെ സംസാരം ഫുള്ള് റോങ് ആണ്. പിന്നെ ഏട്ടാ എന്റെ സംസാരം റോങ് ഉള്ളൂ, എന്റെ മനസ്സ് ഫുള്ള് ക്ലിയർ ആണ്. ഓക്കെ, ഈ ഒരു ആംഗിളോട്ട് കൂടുതൽ പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. 5 പ്ലേയേഴ്സ് ഈ ഞാൻ ഓഫ്ലൈനിൽ പറയുന്ന ഡയലോഗ് എന്നെ കൊണ്ട് ഓൺലൈനിൽ പറയരുതേ. 2 പ്ലേയേഴ്സ് ഉള്ള കാര്യം പറഞ്ഞേക്കാ. ഈ MRC ചാർലി എന്തിനാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്? വേണമെങ്കിൽ ചാർലി എന്റെ പൊന്നു ജോക്കി, ഈ ടർഫൊക്കെ കളിച്ചു നോക്കിയാലേ അതിന്റെ പ്രഷർ മനസ്സിലാവത്തുള്ളൂ ജോക്കി. അവർക്കൊരു കോള് അവർക്കൊരു ഇതുണ്ടാവുമല്ലോ ജോക്കി. അല്ല പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ നിർത്തിയേക്കുമായിരിക്കും അവര് കോള് വിളിച്ച്. കളിക്കാത്ത ദിവസം ഉണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയാമോ ജോക്കി, ഇതൊക്കെ വെട്ടിക്കൊണ്ട് പോയി ജോക്കി കേക്കണേ. ഞാൻ കേക്കൂല ഇത്, എനിക്ക് വയ്യേ. ഞാൻ എന്തുവാടാ ഒരു സാധനം പറഞ്ഞപ്പോ പുള്ളി ലോസ്റ്റ് ആണോ? ജോക്കി, ഇതൊക്കെ ആരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും? അതാ എന്റെ ചോദ്യം. ഇതൊക്കെ ആരെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ഒരു 10 പുഷപ്പ് അടിക്കട്ടെ അളിയാ. എത്ര നേരം 10 പുഷപ്പിന്റെ സമയമെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. 19 മിനിറ്റ് കൂടെ ബാക്കി. 19 മിനിറ്റ്. ഇനി 2 സോൺ ഉണ്ടോ? ഇനി ഒരു ലാസ്റ്റ് സോൺ അല്ലേ? MRC അലൻ സക്കായി സെബാസ്റ്റ്യൻ ആൻഡ് CK നമ്മൾ MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി അല്ലയോടാ. ഞാനൊക്കെ ഒരു അഡ്വാൻറ്റേജ് പോലും MRCക്ക് നമുക്ക് ഇപ്പോൾ കറന്റ്ലി കാണാൻ സാധിക്കും. ഓൾറെഡി ചെറിയ ടർഫാണ് ഇത്. അതിന്റെ കൂടെ ഷിഫ്റ്റ് ആയിട്ട് ചാർലി കുട്ട അങ്ങോട്ട് കയറി ഒരു പിക്ക് അങ്ങോട്ട് എടുത്താണ് ബാക്ക് സ്റ്റാബ്. സ്റ്റോൺ ഡാമേജ് ഇല്ല. പക്ഷെ വെളിയിൽ വരുമ്പോ അകത്തുനിന്ന് വെളിയിൽ നിൽക്കുന്നവർക്ക് അകത്തുള്ളവരെ അടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. MRC ഇവിടുന്ന് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. നമുക്ക് കണ്ടിരിക്കുന്നു. MRC ഇവിടുന്ന് പ്രണസോട്ട് തലയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ലൊരു അടി പുഷ് ചെയ്ത് വരുന്നുണ്ട്. റൈറ്റ് സാധിച്ചിട്ടുണ്ട്. MRC നല്ലൊരു പുഷ്, നല്ലൊരു ബെയിറ്റ്, അവർക്ക് ആ ഒരു പിക്ക് എടുത്തത് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ബട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന് എത്താൻ സാധിച്ചില്ല. MRCയുടെ നീ ഒന്നും മിണ്ടായിരിക്കും, അതൊന്ന് കണ്ടോട്ടോ. MRC ബ്രോക്കൺ അവിടെ KVAയുടെ ഒരു പിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാഗ് വീണ്ടും ഡൗൺ ആയിരിക്കുകയാണ്. ബാക്കിൽ നിന്നും MRC ചാർലി കയറി വരുന്നുണ്ട്. ചാർലിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യഹിയും അൾട്രോൺ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ചാർലിനെ MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളിൽ CK മാരി അവിടെ നിര്യാതനായിരിക്കുകയാണ്. ചാർലിനെ അവരെ എവിടുന്നാണ് വീണിയത്ത്? പുള്ളി വീണിയത്ത് MRC പ്രണോസ് അതെന്തോ ബഗ്ഗായിരിക്കും. അഡ്മിൻ പ്ലീസ് കം എന്ന്. അതെന്തോ ബഗ്ഗാണ്. ചാർലി നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അൾട്ടോൺ എഹിയ ഈ ഒരു ആംഗിൾ MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണ്. ഹോക്കി അവിടെ സോൺ ഔട്ട് പോയിട്ട് ഇൻഫോ എടുത്ത് കൊടുക്കുന്നുണ്ട് KVAക്ക്. എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ള ഇൻഫോ ആയിരിക്കും ഇപ്പൊ KVAക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഓക്കെ, MRC ചാർലി ഈ ഒരു ആംഗിൾ ചാർലിക്ക് സാധിച്ചു. പക്ഷെ അവര് തിരിച്ച് നല്ലൊരു ഈ ഒരു പൊസിഷനിലേക്ക് MRCക്ക് 2 നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയത്. അവിടെ ചാർലിയുടെ സ്പോട്ട് എഹിയ നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു. അൾട്രോൺ ക്ലോസ് പുഷ് ചെയ്യുന്നുണ്ട്. ചാർലി അൾട്രോൺ ഡൗൺ ആക്കി. ചാർലി വട്ടത്തിലെടുത്തിട്ട് അടിച്ചു കളഞ്ഞു. അഡ്വാൻറ്റേജ് ടോട്ടലി കറന്റ് വർക്ക് ചെയ്യുന്ന
നിന്ന് നല്ലൊരു കവർ ഫയർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 16 മിനിറ്റ് മാത്രം ബാക്കി. സക്കായി സ്പോട്ട് ചെയ്തു. നല്ല ടാഗ് വരുന്നുണ്ട്. ബട്ട് തലനാരരയ്ക്ക് ജിൻസക്കായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. MRCയിലെ 3 പ്ലേയേഴ്സ് ഇവിടെ ജിൻസക്കായി അകത്ത് കയറി അടിക്കാൻ നോക്കി. ഓരോരുത്തർ കയറി വരുന്നത്. കറന്റ് MRCയുടെ 4 പ്ലേയേഴ്സ് ആണ് ലൈവായിട്ട് നമുക്ക് കറന്റ് സോണിൽ കാണാൻ സാധിക്കുന്നത്. ഇല്ല എന്തുവാ ഓക്കെ ഈ ഒരു ആംഗിൾ അവര് ജിൻസക്കായി ഇവിടെ ഇതുവഴി കയറി വരുന്നുണ്ട്. KV ആരും സ്പോട്ട് ചെയ്തിട്ടില്ല. ജിൻസക്കായി നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അവിടെ കളി ജയിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്ത് ജിൻസക്കായി ബാക്കിൽ നിന്ന് വന്ന നല്ലൊരു സ്പ്രേ. ജിൻസക്കായി ഡ്രാഗൺ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ജിൻസക്കായി അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ മേ ബി ഒരു പിക്ക് എടുത്ത് കൊടുക്കാൻ സാധിച്ചേനെ. എന്തിനാ MRCയുടെ വാർ സ്പെക്ട് ചെയ്യുന്നു? ഞാൻ KVയുടെ വാർ അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അവരുടെ ഡേവിസ് ജിൻസക്കയുടെ കയ്യിൽ നിന്ന് പോയി. വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഡേവിസ് കണ്ടോണ്ടിരിക്കുക. വീണ്ടും ടർഫൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി സൗമ്യമായിട്ട് സംസാരിക്കണ. ജിൻസക്കായി വേണം. ലെഗസി എത്ര പേരാണ് അടിക്കുന്നത്? ജിൻസക്കായി വീണു. MRC ആലൻ കാർലോ അടിച്ചു, അൾട്രോൺ അടിച്ചു. ഓൾ ഡൗൺ. GG, വെൽ പ്ലേഡ്. തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ KV വേഴ്സസ് MRC ഡേവിസ്. നല്ലൊരു ടർഫായിരുന്നു. നല്ലൊരു ടർഫായിരുന്നു. GG. നമുക്ക് സിറ്റിയിലോട്ട് കയറാം.